نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ 3ാം ക്ലാസ്സിലെ ചക്കരവാക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇന്ന് നമ്മൾ നേരെ നോക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിത്തറിച്ച് ഒരിച്ച് എന്തൊക്കെ ആയി പോകുങ്ങൾ. അങ്ങനെയൊന്നും ആവില്ല. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് പരിസര പഠന EVS എന്ന് പറയും. എന്തെന്ന് പറയൂ? അല്ല, പരിസര പഠനം EVS. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് EVS ആണ്. അപ്പോൾ EVSന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. സന്തോഷമായ നിങ്ങൾക്ക് വാർഷിക പരീക്ഷന്റെ ആനുവൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. സന്തോഷമായില്ല നിങ്ങൾക്ക്? നിങ്ങൾ സന്തോഷമായിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പ കളറുള്ള അത് ഞെക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയുള്ള ഒരു ബട്ടൺ ഇല്ല, അതിൻ്റെ പേരുന്നതിനും ലൈക്ക് ബട്ടൺ. യോ മോനെ, അടി 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 ഒന്നുകൂടി ഓക്കെ. ലൈക്ക് ബട്ടൺ ഉണ്ട്, ലൈക്ക് ബട്ടൺ. ആ ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെ വരുന്നത് കാണാം. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക്, ചങ്ങായിമാർക്ക്, ചങ്ങായിച്ചിമാർക്ക് എല്ലാവർക്കും വിട്ടുകൊടുക്കും നമ്മുടെ ക്ലാസ്. റെഡി? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തേനു? EVS. അപ്പൊ ചോദ്യ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇംഗ്ലീഷിലല്ലല്ലോ മലയാളത്തിലാണല്ലോ. അപ്പൊ ഞാൻ ചോദ്യം മലയാളത്തിലും പറയും, ഉത്തരം ഇംഗ്ലീഷിലും പറയും. ചിഞ്ചി. അപ്പൊ മലയാളം മീഡിയം കുട്ടികൾ വിചാരിക്കും അതെന്താ നിങ്ങൾ ഉത്തരം ഇംഗ്ലീഷിൽ പറയാത്തത്? ഉത്തരം ഇംഗ്ലീഷിലും പറയും, മലയാളത്തിലും പറയും. ഓക്കെ, റെഡി? നമ്മൾ നേരെ നോക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സുരക്ഷിത യാത്ര എന്ന് പറയുന്ന പാഠം. അങ്ങനെ ഒരു പാഠം നമുക്കുണ്ടോ? ഉണ്ടാവും അല്ലെ? റെഡി? റോഡ് സുരക്ഷയുടെ ഭാഗമായി മിനിമോൾ തയ്യാറാക്കിയ ആൽബത്തിലെ ചിത്രങ്ങളാണ്. താഴെ കുറച്ച് ചിത്രങ്ങൾ, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി ഏത്, തെറ്റ് ഏത്? ഇതിൽ ശരിയായത് ഏത്, തെറ്റ്? ശരിയായതിന്റെ നേരെ ശരി എന്നും തെറ്റായതിന്റെ നേരെ തെറ്റ് എന്നും എഴുതാൻ വേണ്ടിയിട്ടാണ്. എഴുതാനല്ല, വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെങ്ങായി ബസ് പോകുമ്പോൾ ചെങ്ങായി കൈ പുറത്തിടുക. ഒരൊറ്റ നാട്ടിൽ കൊടുക്കണം അല്ലേ? ബസ് പോകുമ്പോൾ കൈ പുറത്തിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താ? ഇത് തെറ്റാണ്. അടുത്തത് റോഡുമെന്ന് കളിക്കാൻ പാടുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. അടുത്തത് ഒരു ചെങ്ങായി ഹെൽമെറ്റ് ഒന്നും ഇടാണ്ട് വണ്ടിനെ പോലെ ഇങ്ങനെ സ്പീഡിൽ പറന്ന് പോവാ. ശരിയാണോ? തെറ്റാണ്. അടുത്തത് സീബ്ര ലൈനിന്റെ മുകളിൽ കൂടെ കുറച്ച് കുട്ടികൾ കടക്കുന്നുണ്ട്. ശരിയാണോ? തെറ്റാണോ? ചിത്രം 4 ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ വിവിധ വാഹനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഡു നോട്ട് കീപ്പ് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഔട്ട്സൈഡ് വൈൽ ട്രാവലിംഗ് വെഹിക്കിൾ. ഡു നോട്ട് കീപ്പ് യുവർ ഹെഡ് ഓർ അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സൈഡ് വൈൽ ട്രാവലിംഗ് വെഹിക്കിൾ. അല്ലെ? ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൈ, തല എന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. ഡു നോട്ട് ട്രൈ ടു ബോർഡ് എ റണ്ണിങ് വെഹിക്കിൾ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ചാടിക്കയറാനും പാടില്ല. ഡു നോട്ട് സ്പിറ്റ് ഔട്ട് ഫ്രം എ റണ്ണിങ് വെഹിക്കിൾ. നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് പറഞ്ഞിട്ട് ഒറ്റ തുപ്പൽ തുപ്പാൻ പാടില്ല. അങ്ങനെ തുപ്പിയിട്ടുണ്ടെങ്കിൽ ബേക്ക് പോകുന്ന ചെങ്ങാഴ്ച ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഉണ്ട് ബസ് പോകുമ്പോൾ ഒറ്റ തുപ്പല. സൈഡിൽ കൂടെ ബൈക്കുകാരനായിരിക്കും പോകുന്നു. ഓൻ്റെ മുഖത്തും കണ്ണുമ്മലും എല്ലാം കൂടി തുപ്പലായിട്ട് ഒന്നും പറയട്ടോ. അപ്പൊ അതൊന്നും ചെയ്യാനേ പാടില്ല കേട്ടോ. റെഡി? അത് കഴിഞ്ഞ് ഇനി അടുത്തത്, റോഡിൽ സീബ്ര ലൈൻ വരച്ചിട്ടുള്ളത് എന്തിനാണ്? ശരി ഉത്തരത്തിന് നേരെ അടയാളപ്പെടുത്തുക. വാഹനങ്ങൾ നിർത്തിയിടാനാണോ? വാഹനങ്ങൾ നിർത്താനാണോ? പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ. അത് ശരിയാണ് അല്ലെ? ടു ക്രോസ് ദ റോഡ് ഫോർ പെഡസ്ട്രിയൻസ്. അല്ലെ? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് വീടുണ്ടാക്കാം. ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ചിത്രം വലിയൊരു ഫ്ലാറ്റ്, രണ്ടാമത്തെ നല്ല ഗ്രാമത്തിൽ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ അവിടെ ഒരു നല്ലൊരു വീട്. ഇതിൽ എവിടെ താമസിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എന്തുകൊണ്ട്? എനിക്കിഷ്ടം ഇതിൽ താമസിക്കാൻ രണ്ടാമത് ഇവിടെ കൊടുത്തിരിക്കുന്നതിലാണ്. കാരണം എന്താ? ഐ പ്രിഫർ ലിവ് ഇൻ ദ സെക്കൻഡ് ഹൗസ്. ഞാൻ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു വീട്ടിൽ താമസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
there are many trees, അവിടെ ഒരുപാട് മരങ്ങളുണ്ട് അല്ലേ. I get fresh air and shade, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്രഷ് എയറും നല്ല ശുദ്ധമായ വായുവും വെളിച്ചവും അതേപോലെ തന്നെ അതിന്റെ നിഴലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. the heat will be less, അവിടെ ചൂട് കുറവായിരിക്കും. there are so many windows and doors to let in air and out അല്ലേ. അപ്പോൾ എയർ ആൻഡ് ലൈറ്റ്, അപ്പോൾ ആ എയർ വരാൻ വേണ്ടിയിട്ട് അവിടെ അതേപോലെ തന്നെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് നമുക്ക് ഒരുപാട് ജനലും വാതിലും ഒക്കെ കൊടുക്കാം. നേരെ മറിച്ച് നമ്മളൊരു ഫ്ലാറ്റ് പോയാൽ ആ ഫ്ലാറ്റിൽ ഒരു നിശ്ചിത ഡോർ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വാതിലും ജനലും ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ വാതിലും ജനലും ഉണ്ടാക്കിയാൽ മറ്റവന്റെ റൂമിൽ കഴിക്കും കാണും അല്ലേ. അപ്പോൾ വേറൊരു സ്ഥലത്ത് താമസിച്ചാൽ, നമ്മളൊരു ഗ്രാമത്തിൽ താമസിച്ചാൽ നമ്മളെ വീട് നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരം വിട്ടിട്ടായിരിക്കും വേറെ വീടൊക്കെ ഉണ്ടാകുക അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് പരിസ്ഥിതി കിണങ്ങുന്ന വീടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ? പ്ലാന്റ് ആൻഡ് ട്രീസ് മസ്റ്റ് ബി ഗ്രോൺ ഇൻ ദ ഹൗസ് അല്ലെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത്, നമ്മളെ ഹൗസ് ഉണ്ടാവുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാന്റുകളും ട്രീകളും ഒക്കെ എന്ത് ചെയ്യണം, വളർത്തണം. കൺസിഡർ ദ പെക്യുലാരിറ്റീസ് ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദ പ്ലേസ്. അതേപോലെ തന്നെ പ്ലാന്റിംഗ് ഗ്രാസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ യാർഡ് അല്ലെ. അതേപോലെ തന്നെ there should be a facility for the water to run off and sink into the soil അല്ലെ. ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയണം. അടുത്ത നോക്കുകയാണ്, നമ്മൾ മഞ്ഞ് കട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടിന് പറയുന്ന പേരെന്ത്? ശരി ഉത്തരത്തിന് നേരെ ടിക്ക് ഇടുക. ശരി ഉത്തരം നമുക്കറിയാം ഇഗ്ലൂ ആണ്. ഇഗ്ലൂവിന് നേരെ നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് ഇട്ടു. അടുത്ത് നമ്മൾ പോവാണ് ജലമൂല്യം. വരൾച്ചയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? വരൾച്ചയുമായി ബന്ധമില്ല. കുളങ്ങൾ വറ്റിപ്പോകുന്നു, വരൾച്ചയിൽ ഉണ്ടാവും. കുടിവെള്ളക്ഷാമം, വളർച്ചയിലുണ്ടാവും. പുഴകൾ നിറയുന്നു, കടുത്ത ചൂട്. പുഴകൾ നിറയുന്ന മഴക്കാലത്താണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? പുഴകൾ നിറയുന്നു എന്നുള്ളതാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ജലക്ഷാമം കൊണ്ട് നാം നേരിടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാ? ജലക്ഷാമം, വെള്ളം ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസം നമുക്ക് ഉണ്ടാവുക? ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല. അടുത്തതോ പ്ലാന്റ്സ് വിൽ ബി ഡൈ അല്ലെ. പ്ലാന്റ്സ് വിൽ ബി ഡൈ. ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫാം ലാൻഡ് വിൽ ഡ്രൈ അപ്പ് അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. കൃഷിയിടങ്ങളൊക്കെ ഉടങ്ങിപ്പോവും, ഫുഡ് ഉണ്ടാവില്ല, കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 വാക്യങ്ങൾ, സേവ് വാട്ടർ, സേവ് ലൈഫ്, സേവ് റെയിൻ വാട്ടർ, ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാം. അതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. രാവും പകലും, ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്ന ചിത്രമാണ് ചിത്രത്തിൽ സൂര്യന്റെ ഓക്കെ. ഇവിടെ ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് ഭൂമിയാണ് അല്ലേ. ഇതിൽ രാത്രി ഇതാണ്, രാവ് ഇതാണ്. അപ്പോൾ ചിത്രത്തിൽ സൂര്യന്റെ സ്ഥാനം എവിടെയാ? ഇവിടെയാണോ സൂര്യൻ വരിക? ഇവിടെ സൂര്യനല്ല, സൂര്യൻ ഇവിടെയാ വരിക. ഇവിടെ സൂര്യൻ വന്നാലാണ് ഇവിടെ ലൈറ്റ് ഉണ്ടാകുക അല്ലേ. ഇവിടെ ഡാർക്ക് അല്ലേ. ഇവിടെ രാത്രി ആയിരിക്കും, ഇവിടെ രാവിലെ ആയിരിക്കും. രാവിലെ ആകുന്നത് എന്താ? ഇവിടെ സൂര്യൻ ഉള്ളതിനെ കൊണ്ട് അല്ലെ. അപ്പൊ സൂര്യനെ നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കും, സൺ അല്ലെ. അടുത്ത നോക്ക്, ഭൂമി കറങ്ങുമ്പോൾ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തു അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട്. ഭൂമി ഉരുളുന്നതിനനുസരിച്ച് ഒരു സ്ഥലത്ത് വെളിച്ചം ഉണ്ടാകുന്നുണ്ട്, അടുത്ത സ്ഥലത്ത് ഇരുട്ടാകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ രാവിലെ ആണെങ്കിൽ അമേരിക്കയിലൊക്കെ രാത്രി ആയിരിക്കും, അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ രാവിലെ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചാൽ പരീക്ഷണം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു പരീക്ഷണം എന്താ? ഒരു ഗ്ലോബ് പിടിച്ച് ആ ഗ്ലോബ് ഇങ്ങനെ തിരിക്കും, ഇവിടുന്ന് ടോർച്ച് അടിക്കും അല്ലേ. ടോർച്ചും ഗ്ലോബുമാണ്, ഒരു ഡാർക്ക് റൂമുമാണ് നമുക്ക് എന്ത് ആവശ്യമുള്ളത് അല്ലേ. അത്ഭുതങ്ങളുടെ കലവറയാണ് ഭൂമി അല്ലേ. ഭൂമിയെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. കണ്ടോ, ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക അല്ലെ. ഭൂമിയിൽ കരഭാഗമാണ് കൂടുതലുള്ളത്. തെറ്റാണ് അല്ലെ. സൂര്യൻ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. തെറ്റാണ്. ഗ്ലോബിൽ നീല നിറത്തിൽ കാണുന്ന ഭാഗം കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് സഹായകമാണ്. തെറ്റാണ്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. ശരിയാണ്. കടൽ ഭാഗമാണ് കൂടുതൽ ഭൂമിയിലുള്ളത്. ശരിയാണ്. അതേപോലെ തന്നെ ഭൂമിക്ക് പരന്ന ആകൃതിയാണ്. തെറ്റാണ് അല്ലെ. നമുക്ക് ഇവിടെ നോക്കാം താഴോട്ട്. ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദ പാർട്ട് seen in blue on the globe indicates the sea അല്ലേ.
ആ ബ്ലൂവിൽ കാണുന്നത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. ദ സീ ഈസ് ദ മോസ്റ്റ് അബ്ഡോമിനന്റ് പാർട്ട് ഓഫ് ദ എർത്ത് എന്ന് എന്ത് ചെയ്യാം നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ പോവാണ് രുചിയോടെ. ഇവിടെ പഠനോത്സവത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ഭക്ഷണം ഒരുക്കാനുള്ള വിഭവങ്ങൾ ശേഖരിച്ചപ്പോൾ ലഭിച്ച ഭക്ഷ്യവസ്തുക്കളാണ് എന്തൊക്കെയാ? വെള്ളരി, ക്യാരറ്റ്, ചീര, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, പയറ്, ചേന, തക്കാളി അല്ലെ? ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് നമ്മളെ അമരാന്തസ്, പൊട്ടാറ്റോ, കൊളോക്കാഷി, അതേപോലെ തന്നെ പീ, യാം, പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാൻ പറ്റുന്നത് കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ ഒന്ന് ഏറ്റവും വലിയ സംഭവം നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ? ഈ ചീരയും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ഒരുപോലെയാണോ? അല്ല, ചീരയൊക്കെ നമ്മൾ പാചകം ചെയ്താൽ കഴിക്കാൻ പറ്റുക. ക്യാരറ്റ് നമുക്ക് പാചകം ചെയ്യാണ്ട് കടിച്ചു മുറിച്ച് തിന്നുകയും ചെയ്യാം ഇല്ലേ? റെഡി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോവാണ് വിവിധ പഞ്ചേന്ദ്രിയാനുഭവങ്ങളാണ് ചുവട് അല്ലേ? അതായത് കണ്ടറിയാൻ, കേട്ടറിയാൻ, പൂക്കളുടെ നിറം, വാഹനങ്ങളുടെ നിറം, പൂവലിന്റെ മിനുസം, തൊട്ടറിയാൻ, മണത്തറിയാൻ, മുല്ലപ്പൂവ്, മാമ്പഴത്തിന്റെ മധുരം രുചിച്ചറിയാൻ അല്ലേ? അവിടെ നോക്ക്, കണ്ടറിയാൻ ടു സീ, ടു ഹിയർ, ടു ഫീൽ ദ ടച്ച്, ടു ടേസ്റ്റ്, ടു സ്മെൽ അല്ലേ? ഒരു ഭാഗത്ത് എഴുതുകയാണ്. അടുത്തതോ പൂക്കളുടെ നിറം അല്ലേ? കളർ ഓഫ് ദ ഫ്ലവേഴ്സ്, സൗണ്ട് ഓഫ് ദ വെഹിക്കിൾസ്, സ്മൂത്ത്നെസ് ഓഫ് ദ ഫെദേഴ്സ്, സ്വീറ്റ്നെസ് ഓഫ് മാംഗോ, ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. അതൊക്കെ വേറെയാണ് അല്ലേ? ടു സീ, ടു ഹിയർ, ടു ഫീൽ ടച്ച്, ടു ടേസ്റ്റ്, ടു സ്മെൽ അല്ലേ? അതാണ് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ടു സീ, ടു സീ, ടു സീ കളർ ഓഫ് ദ ഫ്ലവേഴ്സ് അല്ലേ? അടുത്ത ടു ഹിയർ, sound of vehicles, to feel the touch, smoothness of feathers, to taste, sweetness of mango, to smell, fragrance of jasmine അല്ലേ? കണ്ടറിയാൻ പൂക്കളുടെ നിറം, കേൾക്കുന്നത് വാഹനങ്ങളുടെ ശബ്ദം, അതായത് തൊട്ടറിയുന്നത് ഏതൊക്കെയാ? തൂവലുകളുടെ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ? തൂവലിന്റെ മിനുസം. അത് ടേസ്റ്റ് ചെയ്യുന്നത് മാംഗോയുടെ മധുരം, സ്മെല്ല് ചെയ്യുന്നത് മുല്ലപ്പൂവിന്റെ ഗന്ധം അല്ലേ? കൂട്ടത്തിൽ പെടാത്തത് ഏത്? അനുയോജ്യമായത് ടിക്ക് ചെയ്യുക. ആപ്പിള്, മുന്തിരി, ചേമ്പ്, ഓറഞ്ച്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാൻ ചേമ്പാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ? അടുത്തത് നോക്ക്, കേരളത്തിലൂടെ. ആനന്ദിന്റെ സ്കൂളിൽ നിന്നും പഠനയാത്ര പോയ സംഘം ഇപ്പോൾ ആലപ്പുഴയിലാണ്. ഇവർക്ക് ആലപ്പുഴയിൽ നിന്ന് തീവണ്ടി മാർഗം കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട് എത്താൻ അവർക്ക് ഏതെല്ലാം ജില്ലയിലൂടെ സഞ്ചരിക്കണം? അപ്പൊ അവർ ഉള്ളത് എവിടെയാ? ഇവിടെ ആലപ്പുഴയിലാണ്. ഇത് റെയിൽപാത എങ്ങനെ പോകുന്നതാണ്? റെയിൽപാത അല്ലെ എങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കോഴിക്കോടൊക്കെ പോകുമ്പോൾ ഏതൊക്കെയാ? എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം ഈ 4 ജില്ലകളിൽ കൂടെ സഞ്ചരിച്ചാലാണ് ഇവർ എവിടെ എത്തുന്നത്? കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ആനന്ദും കൂട്ടുകാരൻ നിങ്ങളുടെ ജില്ല സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് കാണുന്ന ഏതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ? അപ്പൊ നിങ്ങളുടെ ജില്ലയിലേക്ക് ആനന്ദും കൂട്ടുകാരൻ വരികയാണ്. അപ്പൊ അവിടെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലക്കാർക്കും നിങ്ങളുടെ ജില്ലയിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം അല്ലെ? ഇപ്പൊ കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കും വനാഞ്ചൽ ബീച്ചിൽ പോകാം, കടൽ തീരത്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് മാളിൽ പോകാം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അപ്പൊ ഇവിടെ കൊടുത്തതിൽ ഇപ്പോൾ നിലവിലെ ഉത്തരം ഇല്ല. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇത് കുറേ വർഷം മുമ്പേ ഉള്ളതാ കേട്ടോ. അപ്പൊ അതിൽ ആ ഉത്തരം ഇല്ല. ഇടുക്കിയാണ് നിലവിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചോദ്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. EVSന്റെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അടിച്ച് പൊളിച്ച് എഴുതിയിട്ട് സൂപ്പർ മാർക്ക് വാങ്ങുക. EVSന്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാതെ പോകരുത്. അതൊക്കെ കണ്ടിട്ട് ടോപ്പ് മാർക്ക് നിങ്ങൾ എല്ലാവരും സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് പോവാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ. സീ യു ടാറ്റാ.